വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ എന്നീ ജില്ലകളില് 2024 നടന്ന ലാസ്റ്റ് ഗ്രേഡ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനുബന്ധ വസ്തുതകളുമാണ്. അപ്പൊ ഇതിന്റെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികളെ കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഏത് ഭാഗമാണ് നോക്കുന്നത്? GK ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കൂ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ കൊടുത്തിരിക്കണേ? ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അത് ശരിയാണ്. ക്ലിയർ ആയോ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയാണ്. അപ്പൊ ആദ്യത്തെ ഉത്തരം തന്നെ ശരിയാണ്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം ഇതിൽ ശരിയായിട്ടുള്ള ഏതാന്നാ ചോദിച്ചേക്കണം. അപ്പൊ ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നാണ്. ഇനി ബംഗാളിൽ മാത്രമാണോ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആക്ട് അല്ലെ കോൺവാലീസ് പ്രഭു 1793 നടപ്പിലാക്കിയതാണ്. കോൺവാലീസ് പ്രഭു 1793 നടപ്പിലാക്കിയതാണ് ഏത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. എവിടെയൊക്കെയാണ്? ബംഗാളിലും അതുപോലെ തന്നെ ബീഹാറിലുണ്ട്. ബംഗാൾ, ബീഹാർ, ഒഡീഷ, 3 സ്ഥലങ്ങളിലുണ്ട് കേട്ടോ മക്കളെ. ബംഗാൾ, ബീഹാർ, ഒഡീഷ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആര് നടപ്പിലാക്കിയതാണ്? കോൺവാലീസ് പ്രഭു നടപ്പിലാക്കിയതാണ്. ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അപ്പൊ അടുത്തത് റൈറ്റ് വാരി സമ്പ്രദായത്തെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. ഈ റൈറ്റ് വാരി സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കി വെക്കണം നിങ്ങള്. ഇത് 1820 വ്യവസ്ഥയാണ്. 1820 എന്ത് കൊണ്ടുവന്നത്? റൈറ്റ് വാരി സംവിധാനം കൊണ്ടുവന്നത് കേട്ടോ. അത് നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ ഡെക്കാനിലാണ്. ദക്ഷിണേന്ത്യ ഡെക്കാനിൽ അവിടെയൊക്കെയാണ്, ദക്ഷിണേന്ത്യ ഡെക്കാൻ പ്രദേശങ്ങളിലൊക്കെയാണ് എന്ത് നടപ്പിലാക്കിയത്? നമ്മുടെ റൈറ്റ് വാരി സിസ്റ്റം. തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് തുടങ്ങിയവരൊക്കെയാണ് ഈ റൈറ്റ് വാരി സിസ്റ്റത്തിന്റെ ആൾക്കാർ. ഇനി അടുത്തത് മഹൽവാരി എന്ന് പറയുന്ന സിസ്റ്റത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. മഹൽവാരി സിസ്റ്റം 1822 1822 ഏത് സിസ്റ്റം എന്ന് പറയുന്നത്? മഹൽവാരി സിസ്റ്റം ട്ടോ. 1822 മഹൽവാരി സിസ്റ്റം. അത് ഹോൾട്ട് മെക്കൻസി എന്ന് പറയുന്ന വ്യക്തിയാണ് നടപ്പിലാക്കിയത്. ആരാ നടപ്പിലാക്കിയത്? ഹോൾട്ട് മെക്കൻസി ആണ് നടപ്പിലാക്കിയത്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം എന്താണ്? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നും ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് ദാദാഭായ് നവറോജി ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക. അതിന്റെ പേര് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെ ഒരു പുസ്തകമാണ്, ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. വോയിസ് ഓഫ് ഇന്ത്യ എന്നതും അദ്ദേഹത്തിന്റെ പത്രമാണ് എന്ന് ഓർക്കാം. അടുത്തത് നോക്കൂ. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ആരാണ്? ഡൽഹൌസി പ്രഭു അല്ലെ. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് 1848 1848 എന്നാണ്. 1848 ഓർത്തു വയ്ക്കാം. ദത്താവകാശ നിരോധന പ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സത്താറയാണ്. ആദ്യത്തത് സത്താറ. അതിനുശേഷം സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി അങ്ങനെ പല സ്ഥലങ്ങളും ദത്താവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്തു ട്ടോ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ആരാണ്? ഡൽഹൌസിയാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന അവധിനെ, അവധ് എന്ന് പറയുന്ന സ്ഥലത്തെ, നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ചത് ഡൽഹൌസിയാണ് കേട്ടോ. ഈ ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചതാരാണ്?
ആരാണ്? കാനിങ് പ്രഭുവാണ്. കാനിങ് ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചു. ഇനി അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ മുഴുവൻ 1857 റിവോൾട്ടാ ചോദിച്ചേക്കണേ അല്ലെ. എത്ര ചോദ്യങ്ങളാന്ന് നോക്കൂ. 1857 വിപ്ലവത്തിന്റെ നേതാക്കളെ കുറിച്ചാണ് ചോദിച്ചത്. അതിലെ ലക്നൌവിലെ നേതാവിനെ കുറിച്ചാണ് ചോദിച്ചത്. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ ഒരു സംശയമില്ല. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിലെ നേതാവ് എന്ന് ഓർക്കുക. ഇനി അടുത്തത് ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി അല്ലെ. നാനാ സാഹിബ് എവിടെയായിരുന്നു? കാൺപൂരിലായിരുന്നു നാനാ സാഹിബ് കാൺപൂരില്. അതുപോലെ തന്നെ താന്തിയ തോപ്പി ഉണ്ട് കാൺപൂരില് അല്ലെ. നാനാ സാഹിബും അതുപോലെ തന്നെ താന്തിയ തോപ്പിയും. ഇനി അടുത്തത് ഏതാണ്? നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് മീററ്റിൽ ആരായിരുന്നു എന്നുള്ളത്. കദം സിംഗ് എന്ന് പറയുന്ന ആളാണ് മീററ്റില് കേട്ടോ. കദം സിംഗ് മീററ്റില് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മധുരയില് ദേവി സിംഗ് എന്ന് പറയുന്ന വ്യക്തി മധുരയിലാണ്. മധുരയില് ദേവി സിംഗ് ആണ്. അപ്പൊ താന്തിയ തോപ്പിയും നാനാ സാഹിബും എവിടെയായിരുന്നു? കാൺപൂരിലായിരുന്നു എന്ന് മനസ്സിലാക്കാം. എവിടെയായിരുന്നു? കാൺപൂരിലായിരുന്നു എന്ന് മനസ്സിലാക്കാം. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് എന്നാണ് ചോദിച്ചത്. നമ്മുടെ ഇന്ത്യയുടെ ത്രിവർണ പതാക അംഗീകരിച്ചത് ആ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്യാണ് ഉണ്ടായത്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയുടെ പതാക ത്രിവർണ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ മാസം 22-ാം തീയതിയാണ്. 1947 ജൂൺ 23-ന് രൂപീകരിച്ച ദേശീയ പതാകയ്ക്കായുള്ള അഡ്ഹോക്ക് കമ്മിറ്റിയാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക അംഗീകരിച്ചത്. 1947 ജൂൺ 23-ന് രൂപീകരിച്ച ദേശീയ പതാകയ്ക്കായുള്ള അഡ്ഹോക്ക് കമ്മിറ്റിയാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക അംഗീകരിച്ചത് എന്ന് ഓർക്കണം. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരാണ് തയ്യാറാക്കിയത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അറിയാലോ, ആമുഖത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അടുത്ത ചോദ്യം, തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള ഒരു രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിൽ? റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നു അല്ലെ. ഇത് പഠിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. നമ്മൾ മുമ്പും തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നു. അടുത്ത ചോദ്യം, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെ പ്രതിപാദിക്കുന്നു? നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നു. എവിടെയാണ്? നിർദ്ദേശക തത്വങ്ങൾ. ടീച്ചർ എന്താണ് ഇത് വീണ്ടും വീണ്ടും ഇതിന്റെ അനുബന്ധ വസ്തുതകൾ പറയാത്തതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാത്തിന്റെയും ഞാൻ പറയാത്തതിന്റെ കാരണം, മുമ്പ് പല ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തപ്പോഴും അനുബന്ധ വസ്തുക്കൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാ ടീച്ചർ പറയാത്ത കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? നോക്കാതെ തന്നെ നമുക്കറിയാം, മൗലിക അവകാശങ്ങൾ പാർട്ട് 3-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലെ. എവിടെയാ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പാർട്ട് 3-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. ഭരണഘടന നിലവിൽ വന്നപ്പോ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 എവിടെ നിന്നാണ് നമ്മൾ അത് കടമെടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്ന്. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലെ. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം അല്ലെ. ഇതൊക്കെയാണ് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? സുപ്രീം കോടതിയാണ് അല്ലെ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വതന്ത്ര ഇന്ത്യയുടെ വിളക്കുകള്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകള്, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ നമ്മൾ എന്തിനെ വിളിക്കുന്നുണ്ട്? നമ്മുടെ മൗലികാവകാശത്തെ വിളിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശത്തെ കാണിക്കുന്നു? വിദ്യാഭ്യാസത്തിന് ഉള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണത്. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച
നിയമിച്ച കമ്മീഷൻ ആരാണ്? വില്യം ലോഗൻ കമ്മീഷൻ ആണ്. ആരാണ്? വില്യം ലോഗൻ കമ്മീഷൻ ആണ് അല്ലെ. 1836 തൊട്ട് ചെറുതും അതുപോലെ തന്നെ വലുതുമായിട്ടുള്ള കുറേയധികം മാപ്പിള കലാപങ്ങൾ എവിടെ ഉണ്ടായി? മലബാറിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കുക അല്ലെ. 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. മലബാർ കലാപങ്ങളിൽ അന്വേഷണം നടത്തിയത് T.L. സ്ട്രേഞ്ച് എന്ന് പറയുന്ന വ്യക്തിയാണ് ട്ടോ. ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഏത്? മലബാർ കലാപം. PSCക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയായാലും നിങ്ങൾ കലാപങ്ങളെ ചില കലാപങ്ങളൊക്കെ പഠിച്ചു വെക്കണം അല്ലെ. അപ്പൊ കുറിച്യർ കലാപം അല്ലെ, കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമനമ്പിയാണ്. ആരാണ്? രാമനമ്പി. അടുത്തത് നമ്മൾ പഠിക്കാൻ പറഞ്ഞ ടോപ്പിക്കിലുള്ളതാണ് സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദി പത്രമാണ്. ഏതാണ് പത്രം? മിതവാദി പത്രമാണ് അല്ലെ. മിതവാദി പത്രം അല്ലെ. ആദ്യ പത്രാധിപർ ആരാണ്? മൂർക്കോത്ത് കുമാരനാണ് അതിന്റെ ആദ്യത്തെ പത്രാധിപർ. തീയരുടെ ബൈബിൾ, അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ എന്നൊക്കെ എന്തിനെ വിളിക്കുന്നുണ്ട്? നമ്മുടെ മിതവാദി പത്രത്തെ വിളിക്കുന്നുണ്ട്. മിതവാദി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന ഒരു വ്യക്തിയാണ് C. കൃഷ്ണൻ എന്നും കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? അയ്യങ്കാളിയാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ്. അയ്യങ്കാളി അല്ലെ. ഇനി അയ്യങ്കാളി തന്നെയാണ് എന്താ പറയുന്നത്? നമ്മുടെ വില്ലുവണ്ടി സമരം, നെടുമങ്ങാട് ലഹള, ചാലിയത്തെരുവ് ലഹള അല്ലെ, അതുപോലെ തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക സമരം, അതിന്റെയൊക്കെ നേതാവ് ആരെന്നെയാണ്? അയ്യങ്കാളിയാണ്. ചാന്നാർ ലഹള നയിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. വിമോചന സമരത്തിന്റെ നേതാവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അടിലഹള നയിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. അടിലഹള പൊയ്കയിൽ യോഹന്നാനാണ്. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്നാണ് ചോദ്യം? സിംഗപ്പൂരാണ്. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. G20 കൂട്ടായ്മയിലുള്ള 19 രാജ്യങ്ങൾ ടീച്ചർ ഒന്ന് പറയാം, ഒന്ന് ഓർത്തു വെച്ചോളോ. അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീല്, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഇന്ത്യ, ഇന്തോനേഷ്യ, ജപ്പാൻ, ഇറ്റലി, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് കൊറിയ, മെക്സിക്കോ, റഷ്യ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, തുർക്കി, ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയവ G20യിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളാണ്. G20 നിലവിൽ വന്നത് 1999 G20 രൂപീകരിക്കാൻ കാരണമായ പ്രഖ്യാപനത്തിന്റെ പേര് ബ്രസീലിയ പ്രഖ്യാപനം എന്നാണ്. അടുത്ത ചോദ്യം, ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ അജയ് എന്നാണ്. എന്താണ്? ഓപ്പറേഷൻ അജയ് എന്നാണ് കേട്ടോ. ഓപ്പറേഷൻ അജയ് ഓർക്കാട്ടോ, ഓപ്പറേഷൻ അജയ്. ഇനി അടുത്ത ചോദ്യം ഏതാണ്? പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹിക നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച, ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയുടെ പേര് 9ാം പഞ്ചവത്സര പദ്ധതി. ഏതാണ്? 9 ട്ടോ. പട്ടിണി ഇല്ലാതാക്കുക, സാമൂഹിക നീതി ഉറപ്പുവരുത്തുക, തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള വളർച്ച എന്നീ ലക്ഷ്യങ്ങളോടെ നിലവിൽ വന്ന പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ചോദ്യം, 19ാമത്തെ ചോദ്യം, ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്? അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടാണ്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഈ വിഷയത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ എന്താണ് ശരി അല്ലാത്ത പ്രസ്താവന? എന്താണ് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ട്ടോ. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. അത് ശരിയാണ്. MN കുൻസ്രു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. തെറ്റാണ്. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. ശരിയാണ്.
അപ്പൊ ഏതാ തെറ്റ്? MN കുൻസ്രുവായിരുന്നു അധ്യക്ഷൻ എന്നുള്ളതാണ് തെറ്റ്. മുമ്പ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന പുനഃസംഘടനയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളത്. ഓർമ്മയുള്ള കുട്ടികളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? ഏതാണ് പട്ടണം? മധുരയാണ്. ഏതാണ്? മധുര. മധുര ഒഴികെയുള്ള ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒഴികെയുള്ളവ, മധുര ഒഴികെ മറ്റുള്ളവയൊക്കെ ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖം എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? തമിഴ്നാട്ടിലാണ് എന്നും കൂടി ഓർക്കുക. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും? മഹാരാഷ്ട്ര. ഇനി ഒരു കാര്യം ഓർക്കുക, പ്രധാന തുറമുഖങ്ങളിൽ പടിഞ്ഞാറ് ഭാഗത്തും കിഴക്കൻ തീരത്തുമുള്ള തുറമുഖങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖങ്ങളാണ് കാണ്ട്ല തുറമുഖം, ജവഹർലാൽ നെഹ്റു അഥവാ നവശേവ തുറമുഖം, മുംബൈ തുറമുഖം, മോർമുഗാവോ തുറമുഖം, മംഗലാപുരം തുറമുഖം, കൊച്ചി തുറമുഖം തുടങ്ങിയവ. കിഴക്കൻ തീരത്തുള്ളവയാണ് തൂത്തുക്കുടി തുറമുഖം, എണ്ണൂർ തുറമുഖം, ചെന്നൈ തുറമുഖം, വിശാഖപട്ടണം തുറമുഖം, മസൂളിപ്പട്ടണം തുറമുഖം, കൊൽക്കത്ത തുറമുഖം, പാരദീപ് തുറമുഖം തുടങ്ങിയവ. ഓർത്തു വെക്കണം കേട്ടോ ഇത്. അടുത്ത ചോദ്യം ഏതാണ്? ഹരിത കേരള മിഷനും അല്ലെ, സോറി അല്ല, 22. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് ബക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രത്യേകത? വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്. തെറ്റാണ്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. അടുത്തത് ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. തെറ്റാണ്. ഇതൊരു വിവിധോദ്ദേശ പദ്ധതിയാണ്. ശരിയാണ്. അപ്പൊ ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ്. അതൊരു വിവിധോദ്ദേശ പദ്ധതിയാണ്. ഇത് രണ്ടും ശരിയാണ്. അപ്പോ വിവിധോദ്ദേശ നദീതട പദ്ധതികളിൽ പെടുന്നതാണ് ബക്രാനങ്കൽ, സത്ലജിലാണ്. അതുപോലെ തന്നെ ദാമോദർ വാലി ദാമോദർ നദിയിലാണ്. ഹീരാക്കുഡ് മഹാനദിയിലാണ്. തുംഗഭദ്ര നദിയിലാണ്. നാഗാർജുന സാഗർ കൃഷ്ണ നദിയിലാണ്. തെക്രി അതുപോലെ തന്നെ എവിടെയാണ്? ഭഗീരഥി നദിയിലാണ്. ഇനി കോസി ഉണ്ട്, അത് കോസി നദിയിൽ തന്നെയാണ്. മഹാറാണ പ്രതാപ് ബിയാസ് നദിയിലാണ്. അടുത്ത ചോദ്യം ഏതാണ്? ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് എന്നാണ് ചോദ്യം. ഇത് PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതായത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരവും രണ്ടാമത്തെ പച്ചത്തുരുത്ത് ജില്ല വയനാടുമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ്? കൊടുമണ്ണാണ്. ലഭ്യമായ സ്ഥലങ്ങളിൽ തനതായ മരങ്ങളും തദ്ദേശീയ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ചുകൊണ്ട് പ്രകൃതിദത്ത വനമാതൃകയിൽ വനമാതൃകകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നതാണ് പച്ചത്തുരുത്ത് എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് നിങ്ങൾ ഓർത്തുവെക്കണം. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരത്തിന്റെ പേര് എന്താണ്? ജീവൻ രക്ഷാ പതക് എന്നാണ് അതിന്റെ പേര്. ജീവൻ രക്ഷാ പതക്. ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് ധീരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കുള്ളതാണ് ജീവൻ രക്ഷാ പതക് അവാർഡ് എന്ന് ഓർത്തുവെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, നിസാം സാഗർ നദീതട പദ്ധതി. നിസാം സാഗർ നദീതട പദ്ധതി എവിടെയാണ്? ഗോദാവരി നദിയിലാണ്. എവിടെയാണ്? ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? തൂത്തുക്കുടിയാണ്. തെക്കേറ്റത്തെ മേജർ തുറമുഖം ഏതാണ്? തൂത്തുക്കുടിയാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഏതാണ് ആ പീഠഭൂമി? ഡക്കാൻ പീഠഭൂമിയാണ്. ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരത്തിന്റെ പേര് ബരാലാച്ചല ചുരം എന്നാണ്. ഏത് രേഖാംശത്തിന്റെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി കണക്കാക്കുന്നത്?
82.5 പൂർവ്വരേഖാംശം. 82.5 പൂർവ്വരേഖാംശം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73, 74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വളരെ നല്ല, എന്താ പറയാ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാം നമുക്ക് കേട്ടോ. ബൽവന്ത് റായ് മേത്തയും അശോക് മേത്ത കമ്മിറ്റി എന്നിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണെന്നുള്ളത്. പക്ഷെ ഇതില് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആര് ഡിലീറ്റ് ചെയ്യാണ്? PSC ഡിലീറ്റ് ചെയ്യാണ്. ഈ കമ്മിറ്റിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തായിരുന്നു? ത്രിതല പഞ്ചായത്ത് സംവിധാനം നടപ്പിലാക്കുക. ആദ്യത്തെ ശരിയാണ് അല്ലെ. ത്രിതല പഞ്ചായത്ത് സംവിധാനം നടപ്പിലാക്കുക. അങ്ങനെ കമ്മിറ്റി നിർദ്ദേശിച്ചതാണ് ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി, അതുപോലെ ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയവ. ഗ്രാമപഞ്ചായത്ത് വില്ലേജ് തലത്തില്, പഞ്ചായത്ത് സമിതി ബ്ലോക്ക് തലത്തില്, ജില്ലാ പരിഷത്ത് ജില്ലാ തലത്തില്. ഇതൊക്കെ ഇവരുടെ നിർദ്ദേശങ്ങളായിരുന്നു എന്ന് നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാചീന ശിലായുഗത്തെ കുറിച്ച് വിവരം നൽകുന്ന കേരളത്തിലെ പ്രദേശം. പ്രാചീന ശിലായുഗത്തെ കുറിച്ച് വിവരം നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏത് എന്നാണ് ചോദ്യം. പ്രാചീന ശിലായുഗത്തെ കുറിച്ചുള്ള ഇതില് ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് PSC ഡിലീറ്റ് ചെയ്തു. അമ്പുകുത്തിമല കേട്ടിട്ടില്ലേ നിങ്ങൾ? അമ്പുകുത്തിമല അത് നവീന ശിലായുഗ കേന്ദ്രമാണ്. നവീന ശിലായുഗ കേന്ദ്രം. അതുപോലെ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമ്പുകുത്തി മലയിലാണ്. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. നവീന ശിലായുഗ കേന്ദ്രമാണ് ഇടക്കൽ ഗുഹ എന്ന് ഓർത്തു വയ്ക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് അല്ലെ, ഇടുക്കി ജില്ലയിലാണ് അല്ലെ. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പള്ളിക്കരയിലാണ്. എവിടെയാണ്? പള്ളിക്കരയിലാണ് അല്ലെ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കര വില്ലേജിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. അത് കാസർഗോഡ് ജില്ലയിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ഇത് മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചതാണ്. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനം കേരളത്തിന് ഉള്ളത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏത് വിളയിലാണ് 2ാം സ്ഥാനം? കാപ്പി പ്രൊഡക്ഷനിലാണ് 2ാം സ്ഥാനം. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത്? ആലപ്പുഴയിലാണ് അല്ലെ. എന്താ പറയുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആലപ്പുഴയിലെ കയർ ഫാക്ടറി. ഇതിനു മുമ്പും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ തന്നെ വയലാറ് കയർ ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാണ്? ഈ വയലാർ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇനി അടുത്തത് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഏതാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം. താഴെ പറയുന്നവയിൽ ആനമുടിയെ കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ഇന്ത്യൻ ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ശരിയാണ്. തെറ്റായതാ ചോദിച്ചേക്കണേ. ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്നു. ശരിയാണ്. കേരളത്തിൽ വയനാട് ജില്ലയിൽ. തെറ്റാണ്. ഇടുക്കി ജില്ലയിലാണ്. 2695 മീറ്റർ ഉയരണ്ട്. അത് ശരിയാണ്. അപ്പൊ ക്ലിയർ ആയില്ലേ? കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഏതാണ് കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? കായിക തലസ്ഥാനം കോതമംഗലമാണ്. കേരളത്തിന്റെ കായിക തലസ്ഥാനം കോതമംഗലമാണ്. കായിക കേരളത്തിന്റെ പിതാവ് ആരാണ്? കേണൽ ഗോദവർമ്മ രാജയാണ്. കേരളത്തിലെ കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13 ആണ് അല്ലെ. അടുത്തത് 2025 G20 ഉച്ചകോടി അല്ലെ. G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചത്? ദക്ഷിണാഫ്രിക്കയാണ്. ഇത് ബാക്കിയുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ 2025 അത് മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹിമാൻ ആണ്. ആരാണ്? വി അബ്ദുറഹിമാൻ ആണ്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ബാങ്ക് ആണ്. 2024
മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ആരാണ്? പൃഥ്വിരാജ് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിലെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് ആ പാകിസ്ഥാൻ താരം? അർഷാദ് നദീമാണ്. ആരാണ് ആ പാകിസ്ഥാൻ താരം? അർഷാദ് നദീമാണ് ഓർക്കാം. അടുത്തത് ലോക നാട്ടറിവ് ദിനം ഏതാണ്? ഓഗസ്റ്റ് 22 ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏതാണ് വാക്സിന്റെ പേര്? ടാക് 003 എന്ന് പറയുന്നത് ഏതിന് എതിരെയുള്ള വാക്സിൻ ആണ്? ഡെങ്കി വൈറസ്, ഡെങ്കുവിനെതിരെ കേട്ടോ. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? ആരായിരുന്നു മികച്ച നടൻ? കിലിയൻ മർഫി. ആരാണ്? കിലിയൻ മർഫിയാണ് മികച്ച നടൻ എന്ന് ഓർത്തുവെക്കാം. അടുത്ത ചോദ്യം ഏതാണ്? രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? എവിടെയാണെന്ന് അറിയാമോ? മാനന്തവാടി. എവിടെയാണ്? മാനന്തവാടി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ഏതാണ്? എത്രയോ പ്രാവശ്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അൽഗോരിതങ്ങളുടെ നാടാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ആരാണ്? അർജന്റീനയാണ്. ആരാണ്? അർജന്റീനയാണ്. കോപ്പ അമേരിക്ക 2024 നേടിയത് ആരാണ്? അർജന്റീന. റണ്ണറപ്പ് ആരാണ്? കൊളംബിയയാണ് കേട്ടോ. അടുത്തത് 51 മനുഷ്യ മസ്തിഷ്കത്തിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ പേര് എന്താണ്? ന്യൂറാലിങ്ക് എന്നാണ്. അടുത്തത് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവെള്ളം തുഴയുന്ന നീല പൊന്മാനിന് നൽകിയ പേര് എന്താണ്? എന്താണ് പൊന്മാന്റെ പേര്? നീലു. ഏതാ പൊന്മാൻ? നീലുവാണ് പൊന്മാൻ അല്ലെ. ഇനി അടുത്ത ചോദ്യം ഏതാണ്? 53 ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ഒന്ന് ചർവണകം അല്ലെ. അടുത്തത് ഏതാണ്? അഗ്രചർവണകം. ചർവണകവും അഗ്രചർവണകവുമാണ് ഈ നമ്മുടെ ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ ലഭിക്കുന്ന വൈറ്റമിൻ ഏതാ മക്കളെ? വൈറ്റമിൻ D ആണ്. ഏത് വിളയുടെ സങ്കര ഇനത്തിന്റെ പേരാണ്? സൽകീർത്തി. സൽകീർത്തി ഏതിന്റെയാണ്? വെണ്ട. കഴിഞ്ഞ ദിവസം ഹോട്ട് ടോപ്പിക്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻസ് പഠിക്കണം, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ പഠിക്കണം അല്ലെ. വന അവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? 2006 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1984 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? ഗോവയിലാണ്. എവിടെയാണ്? ഗോവയിലാണ് കേട്ടോ. ഗോവയിലാണ്. അപ്പൊ ഇത്രയാണ്. ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അതും കൂടെ ഒന്ന് പറയാം. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. ഏതാണ്? സ്വീഡൻ. അപ്പോൾ 60 തൊട്ടുള്ളത് നമ്മൾ സയൻസിന്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഇത്രയും നമ്മൾ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള GK ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാപ്പാഠം പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നല്ല മാർക്കുകൾ, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ വളരെയധികം സഹായകമാകും. അപ്പൊ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.